ഹായ് ആമീസ്, ആരേശ്വറിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. എപ്പിസോഡ് സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ജിമിൻഷി കാറിലും കൂക്കി ബൈക്കിലുമാണ്. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കാനെന്ന് ജിമിൻഷി പറയുന്നുണ്ട്. ആർമീസെ ഒന്നും കൊണ്ട് മേടിക്കേണ്ട, ഞാൻ സേഫ് ആണെന്ന് കൂക്കിയും പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ ടൈം പെട്രോൾ ഓടിച്ച് അവർ പോണത് ഏതോ ഒരു കാടിന് വിളിക്കാം. കാണാൻ നല്ല രസമുള്ള ഒരു കാട്, ഫുൾ പച്ചപ്പും ഹരിതാഭയും. ആദ്യം രണ്ടാളും ഭംഗി ആസ്വദിച്ച് അങ്ങനെ നടന്നു. പിന്നെ കൂക്കി സ്പീഡ് കൂട്ടി ഒരു 60-65 നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന് നോക്കണത്. നോക്കിയപ്പോൾ ജിമിൻഷി കുറെ പുറകിലാ. അവിടുത്തെ മരങ്ങളൊക്കെ നല്ല വലിപ്പമുള്ളതായിരുന്നു. ജിമിൻഷി അടുത്തൊക്കെ പോയി നിന്നിട്ട് ഹൈറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. എന്തിനാണാവോ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊതുക് കടിക്കാൻ തുടങ്ങി, ജിമിൻഷിനെ മാത്രം. എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ബ്ലഡ് നല്ല ക്ലീൻ ആണ്, ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പൊ കൂക്കി ചോദിക്കുന്നുണ്ട്, അതിന് നീ നിന്റെ ബ്ലഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന്. പോണ വഴിക്ക് നിറയെ കൂണ് കാണുന്നുണ്ട്. എടുത്ത് കഴിക്കാൻ അങ്ങോട്ട് വല്ല മാജിക് മഷ്റൂമും ആയിരിക്കും. ജിമിനെ ആണെങ്കിൽ കൊതുക് വെറുതെ വിടുന്നുമില്ല. കൊതുക് കുത്തി കുത്തി ഞാൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് തന്നെ ആയിപ്പോയി ജിമിൻഷിക്ക്. നെക്സ്റ്റ് പോണത് ബോട്ട് റൈഡിനാണ്. ബോട്ടൊന്ന് നീങ്ങി തുടങ്ങിയപ്പോ തന്നെ ജിമിൻ ഉറങ്ങി. പിന്നെ എണീറ്റപ്പം മുതൽ രണ്ടും കൂടെ അടിയായി. കൂക്കിയാണെങ്കിൽ ടൈറ്റാനിക്കിലെ പോലെ പോസ് ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ജിമിൻഷി സമ്മതിക്കുന്നില്ല. ബാക്കി പറയണ്ടല്ലോ, അടി തന്നെ. പക്ഷെ എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അണ്ണാണിന്റെ കപ്പല് മുങ്ങിപ്പോട്ടെ, കായൽ മുങ്ങിപ്പോട്ടെ ആ പാട്ടാണ് ഓർമ്മ വരുന്നതേ. ചിലപ്പോൾ എൻ്റെ ഇത് ക്രൂരം മനസ്സായതുകൊണ്ടായിരിക്കും. പിന്നെ ഫുഡ് വന്നു. എക്സ്ട്രാ വന്ന ഫുഡ് അതിസാഹസികമായി കൂക്കി അടുത്ത ബോട്ടിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിന് കൊടുത്തു. ഈ സാധനം ഉണ്ടല്ലോ, നമുക്ക് നോട്ടിഫിക്കേഷൻ ടൂണായിട്ട് വെക്കാം, നല്ല രസം ഉണ്ടാവും. ഇവിടെ ചിലരൊക്കെ അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ജിമിൻഷി ആണെങ്കിൽ കുറെ ഫുഡ് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഉറങ്ങി. ഞാനും ജിമിൻഷിക്ക് ഒരേ വേവ് ലെങ്താ. കാറ്റടിച്ചാ അപ്പം ഉറങ്ങും. ചിലപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാവും. അവിടുന്ന് ഇറങ്ങി അടുത്തത് പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. സമയം അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. ഉള്ളിൽ കയറിയിട്ട് കൂക്കി തരുന്നത് സ്നാക്സ് ആണ്. പിന്നെ പെപ്പറും തെരഞ്ഞു നടന്നത് രണ്ട് വഴിക്കായി. കൂക്കിനെ കാണാനില്ല എന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജിമിൻഷിക്ക് മനസ്സിലായത്. ജിമിൻഷി അവിടെ ജങ്കുക്കേ എന്ന് വിളിച്ച് നടക്കുമ്പോൾ കൂക്കി അവിടെ ചീസ് എന്നും പറഞ്ഞ് ചീസ് തെരഞ്ഞുകൊണ്ടെടുക്കാം. ജിമിൻഷി ആ പറഞ്ഞത് എന്തോ തെറിയാണ്, നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലറാക്കിയത്. അല്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെ അവർ കണ്ടുമുട്ടി. പിന്നെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തെത്തി പാസ്ത ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ജിമിൻഷിന്റെ സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ജിമിൻഷി ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ കൂക്കി അങ്ങനെ പാടല്ലേ ഇങ്ങനെ പാടെന്നും പറഞ്ഞ് ക്ലാസ് ഒക്കെ എടുത്തെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പുട്ടില് തേങ്ങ ഇടണ പോലെ രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നുണ്ട്. നേരം വെളുത്തു. കൂക്കിക്ക് വിഷന്നു. ഫുഡ് കഴിച്ചു. എന്നിട്ടാണ് ജിമിൻഷിനെ വിളിക്കാൻ പോണത്. ഇത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡയറി എഴുതും. രാവിലെ എണീറ്റു, പല്ലിച്ചു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അതുപോലെ ആയിപ്പത്. പെട്ടെന്നാണ് ജിമിൻഷിക്ക് പാത്രം കഴുകാൻ സ്പോഞ്ച് വാങ്ങിയില്ലെന്ന് ഓർമ്മ വന്ന്. എന്നാ പിന്നെ സ്പോഞ്ച് വാങ്ങാൻ പോകുമ്പോൾ സൺസ്ക്രീൻ മുഖ്യം. അങ്ങനെ അതും എടുത്ത് വാരി തേച്ച് ബൈക്ക് എടുത്ത് സ്പോഞ്ച് വാങ്ങാൻ പോയി. ആ പോക്ക് കണ്ടാ പറയോ പാത്രം കഴുകുന്ന സ്പോഞ്ച് വാങ്ങാനാണ് പോണതെന്ന്. പോണ വഴിക്ക് കൂക്കി കണ്ടോരോടൊക്കെ കൈ വീശി കാണിക്കണ്ടായിരുന്നു. പോണ വഴിക്ക് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ജിമിൻഷി പറഞ്ഞത് കൂക്കിക്ക് മനസ്സിലാവണില്ല, കൂക്കി പറഞ്ഞത് ജിമിൻഷിക്ക് മനസ്സിലാവണില്ല. കൂക്കി കാല് പൊള്ളല്ലേ എന്നൊക്കെ ജിമിൻഷിനോട് പറയുന്നുണ്ട്. വാവ്, കെയറിങ് ഏട്ടായി. അവർ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി. വേറെ എന്തൊക്കെ സാധനം വാങ്ങി. പക്ഷെ സ്പോഞ്ച് വാങ്ങാനാണല്ലോ വന്നത്, അത് മാത്രം വാങ്ങിയിട്ടില്ല. സ്പോഞ്ച് തിരഞ്ഞ് കുറെ നടന്നു. പക്ഷെ സ്പോഞ്ച് തിരയാന്ന് പറഞ്ഞ് വേറൊരു ചിപ്സ് ആണ് കൂക്കി തിരഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോ നല്ല മഴ. അതുകൊണ്ട് വാങ്ങിയ സാധനങ്ങൾ അവിടെ തന്നെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ക്രൂ വന്നൊരു കൊട കൊടുക്കുന്നുണ്ട്. എന്നാ പോവല്ലെന്നും പറഞ്ഞ് രണ്ടും രണ്ടു വഴിക്ക് പോയി. പാവ ജിമിൻഷി. കൂക്കി വീണ്ടും തിരിച്ചു വന്ന് കൊട കൊടുത്തതല്ല, തട്ടിപ്പറിച്ച് വാങ്ങിയതാ. അങ്ങനെ വീട്ടിലെത്തി വാങ്ങി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി മീൽസ് കഴിക്കാൻ. ഇത് ട്രാവൽ ഷോ തന്നെ ആണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ പ്രാവശ്യവും എന്താ ഓർഡർ ചെയ്യേണ്ടെന്ന് അറിയാത്തതുകൊണ്ട് അപ്പുറത്തെ പ്ലേറ്റിൽ എന്താന്ന് കൂക്കി കാര്യമായിട്ട് നോക്കണ്ടായിരുന്നു. ആരാ പോണത്? ശശികൊക്കിന്റെ അമ്മാവനായിട്ട് വരും. കൂക്കിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടമായി. ഐ എം ഗെറ്റിംഗ് ഇൻസ്പയർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന്? കുടിക്കാനോ? എന്നിട്ട് കുറെ നേരം അവിടെ ഒറ്റയ്ക്ക് നിന്ന് കഥാപ്രസംഗം നടത്തി. പിന്നെ ഒന്ന് ഫുഡ് കഴിച്ചു. രണ്ടുപേർക്കും ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ജിമിൻഷിക്ക്. വീണ്ടും ശശികൊക്കിന്റെ അമ്മാവന്റെ അൺഎക്സ്പെക്ടഡ് എൻട്രി. സെക്കൻഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിലാണ് നമ്മുടെ വി വരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.